ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈ ചക്ക വരട്ടിയതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അധിക സമയമൊന്നും എടുക്കാതെ വെറും 30 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. ഈ ചക്ക വരട്ടിയത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാൻ കുറേ സമയം എടുക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാക്കാൻ എല്ലാവരും മടിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും മടി കൂടാതെ വെറും 30 മിനിറ്റിൽ ഈ ചക്ക വരട്ടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചക്ക വരട്ടിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഏകദേശം 1/2 കിലോ നന്നായി പഴുത്ത നല്ല മധുരമുള്ള വരിക്കച്ചക്കപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ചക്കപ്പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചക്കപ്പഴം ഒരു മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ തേൻ വരിക്കച്ചക്കപ്പഴം എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ചക്കപ്പഴം കുറച്ചുകൂടെ ഡ്രൈ ആണെങ്കിൽ അത് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ചക്കപ്പഴമൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ അത് അരയ്ക്കാൻ പാകത്തിനുള്ള വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഈ അരച്ചെടുത്ത ചക്കപ്പഴം നമ്മൾ വരട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് നോൺ സ്റ്റിക്ക് പാത്രമോ ഉരുളിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ ചക്കപ്പഴം അരച്ചതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചക്കപ്പഴം അരച്ചതിലെ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചക്ക വരട്ടിയെടുക്കാം. നിങ്ങൾ കൂടുതൽ അളവിൽ ചക്ക വരട്ടാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുളിയിൽ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ എളുപ്പം. അതായത് ഇപ്പോൾ 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇതിലെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി കുറച്ചുകൂടെ ഒന്ന് വരട്ടി ഡ്രൈ ആക്കി എടുക്കാം. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നെയ്യ് കൂടി ചേർക്കുമ്പോൾ ഈ ചക്ക വരട്ടിയതിനൊരു പ്രത്യേക ടേസ്റ്റും മാത്രമല്ല അധികം നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിപ്പോൾ ഈ ചക്കയിലെ വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ. ഞാനിവിടെ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 1/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ പാനി കണ്ടില്ലേ, ഇതിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഈ ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 1/4 കിലോ ശർക്കരയിൽ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഞാനിത് പാനിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ചക്കപ്പഴത്തിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ ശർക്കര പാനിയാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ പാനിയാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ശർക്കര പാനിയൂടെ ചേർത്ത് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനിയും ചക്കപ്പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചുക്കും ഏലക്കയും ചെറിയ ജീരകവും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഓരോന്നായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ച് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചെറിയ ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ മസാലപ്പൊടികളൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടെ ചേർത്ത് ഇത് വരട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ചക്ക വരട്ടിയത് കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുകയും മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടിയായിരിക്കും. ഇതാണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ചക്ക വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 മണിക്കൂറാണ് നമ്മൾ ടോട്ടൽ വരട്ടിയെടുക്കാൻ എടുത്ത സമയം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ ചക്ക വരട്ടിയതൊക്കെ ഇപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അടിയിലൊന്നും പിടിക്കാതെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചക്ക വരട്ടിയത് തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ ഇനി പഴുത്ത ചക്കപ്പഴം ഒന്നും തന്നെ കളയാതെ ഇതേപോലെ ചക്ക വരട്ടിയത് തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. അധികം നാളും കേടുകൂടാതെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞാൽ പോലും ഈ ഒരു ചക്ക വരട്ടിയത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുമ്പളപ്പമോ പായസമോ ഒക്കെ തയ്യാറാക്കാം. മാത്രമല്ല ഈ ചക്ക വരട്ടിയത് ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഇതേ രീതിയിൽ ചക്ക വരട്ടിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.